ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ബൾട്ടി ബല്ല ബല്ല ബൾട്ടി ബൾട്ടി അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടേക്കുവാണ്. ഡയറക്ടർ ഉണ്ണി ശിവലിംഗം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇതിൻ്റെ റൈറ്ററും അദ്ദേഹം തന്നെയാണ് കേട്ടെ. പ്രൊഡ്യൂസർ സന്തോഷ് ടി കുരുവിള. പിന്നെ ഇതിലേക്ക് അഭിനയിച്ചിരിക്കുന്ന ആരാന്നൊക്കെ അറിയാലോ, ഷെയ്ൻ നിഗം മലയാളത്തിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ RDSന് ശേഷം വീണ്ടും ഒരു ആക്ഷൻ മാസ് മസാലയിട്ട് വീണ്ടും വന്നേക്കുവാണ്. കൊള്ളാം, പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശാന്തനു ഭാഗ്യരാജ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരു ആക്റ്റീവായിട്ടൊരു സിനിമയിൽ വന്നേക്കണം. എനിക്ക് തോന്നുന്നു മാസ്റ്റർ എന്ന സിനിമയിലാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള കംബാക്ക്. അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രീൻ സ്പേസ് ഉള്ള റോൾ അദ്ദേഹത്തിന് കിട്ടിയേക്കണം. ഉടനീളം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നടിയിലേക്ക് പോകുമ്പം പ്രീതി അസ്രാണി, തമിഴ് സിനിമ അങ്ങനെയുള്ള സിനിമയിലൊക്കെ അഭിനയിച്ച നടിയാണെന്ന് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് പൂർണിമ ഇന്ദ്രജിത്ത്, നമ്മുടെ ഇന്ദ്രജിത്ത് കുമാറിൻ്റെ വൈഫ്. കൊള്ളാം, പുള്ളിക്കാരി കുറച്ചൊരു എന്താ പറയുക, ഒരു മാസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അൽഫോൺസ് പുത്രൻ, പുള്ളി ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവ് ഷെയ്ഡ് റോളാണ് ചെയ്യുന്നത്. കൊള്ളാം, സോഡാ ബാബു എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല, അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പ്രേമം സിനിമയിലെ ആ ഒരു അവസാന മിനിറ്റുള്ള ചെറിയൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സീനില്ല, അതുപോലെ ഇതിലും ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഭയങ്കര മാസമായിട്ടുള്ള സീനൊക്കെ ഒന്ന് ചെയ്തിട്ടുമുണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ പറയാനാണെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ ഹൃദയത്തിലേക്ക് അഭിനയിച്ചൊരു ആളൊക്കെ ഉണ്ട് ഇതിനകത്ത് അഭിനയിച്ചത്. എനിക്ക് പേര് കറക്റ്റ് അറിയില്ല, ആ പുള്ളിയുണ്ട്. പിന്നെ നമ്മുടെ ഇതിലേക്ക് പോകുമ്പോൾ കഥയുടെ എന്ന് പറയുമ്പം നമ്മൾ കണ്ട് കേട്ട കഥകളൊക്കെ തന്നെയാണ്. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, അവർ എന്താ പറയുക, ഈ പണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇതിലേക്ക് പോകുന്നു. ചെറിയ ക്രൈമിൽ നിന്ന് പിന്നെ വലിയ ക്രൈമിലേക്ക് പോകുന്നു. അവർ പെട്ടുപോകുന്നു. എന്നിട്ട് അതിൽ നിന്ന് പിന്നെ സർവൈവ് ചെയ്യാൻ കഷ്ടപ്പെടുന്നു. അവരെ കുറേ പേര് യൂസ് ചെയ്യുന്നു. യൂസ് ചെയ്യണ കേസ് പറഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തൊരു മെയിൻ ക്യാരക്ടറുണ്ട്. നമ്മുടെ ബീസ്റ്റിലേക്ക് അഭിനയിച്ച ഒരു ക്യാരക്ടറുണ്ട്. ആളുടെ പേര് എന്തോ ഒരു സെൽവരാജ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അദ്ദേഹം ബീസ്റ്റ് എന്നൊരു പടത്തിന് ശേഷം പിന്നെ ഞാൻ 1-2 പടത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അധികം പടങ്ങൾ എനിക്കറിയില്ല, എന്നാലും ഇതിൽ കൊള്ളാം. ഭയങ്കര വില്ലനാട്ടോ, ഒരു രക്ഷയില്ല. അദ്ദേഹം എന്താ പറയുക, നമ്മളെ ഞെട്ടിച്ചു കളയും. ഇങ്ങനെ തുടക്കത്തിലേക്കൊരു ഇങ്ങനെ ഇരുന്ന് പോയിട്ട് അദ്ദേഹം ഒരു ലാസ്റ്റ് മൂമെൻ്റ് ആയപ്പം അത് നമുക്കൊട്ട് കണ്ടിരിക്കാൻ പറ്റില്ല. ആ രീതിക്കുള്ള വില്ലനിസമാണ് കാണിച്ചു വെച്ചേക്കുന്നത്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. അദ്ദേഹത്തിനെ നമിച്ചു കൊടുക്കണം ആരും. അതുപോലെ ആ ഏജിലും പുള്ളി ഇത്ര നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്ന സീനൊക്കെ നന്നായിട്ടുണ്ട്. ക്ലൈമാക്സ് കുറച്ച് ഞാനൊക്കെ പേടിച്ചു കേട്ടോ. കാര്യം ആ രീതിക്കൊക്കെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് മാറിപ്പോണ്ട് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അത് കൊള്ളാം, ഒരു ഭയങ്കര വില്ലൻ. പിന്നെ ഷെയ്ൻ നിഗം ഒത്ത രീതിയിലോട്ടോ നിൽക്കണം. അതായത് ഷെയ്ൻ നിഗം ഭയങ്കര ഇമോഷണലായിട്ടൊക്കെ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. എന്താ പറയുക, ഭയങ്കര പുള്ളിയുടെ ഫേസിലൊക്കെ അറിയാൻ പറ്റും. അത് നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും കേട്ടോ. അതിൽ ചില സീൻസൊക്കെ ഭയങ്കര ടച്ചിങ് സീൻസൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കഥ ഇപ്പോൾ കുറച്ച് സാമ്യം പറയാനാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് പുറകോട്ട് പോവുകയാണെങ്കിൽ സെവൻസ് എന്നൊരു സിനിമ പണ്ടിറങ്ങിയില്ലായിരുന്നു, അതിൻ്റെയൊക്കെ ഒരു കഥ പോലെ തോന്നി കണ്ടപ്പം. മൊത്തത്തിലല്ല, അതിൻ്റെയൊക്കെ ഒരു ജേണർ ഇങ്ങനെ ഒരു സ്പോർട്സ് ആക്ഷൻ മാസ് മസാല ആ രീതിക്കൊക്കെ. പക്ഷെ ആ സിനിമ അന്ന് അത്ര വിജയിച്ചില്ല. അത് ഡയറക്ഷനിലും സ്ക്രിപ്റ്റിലൊക്കെ കുറേ അടിപോയി. പിന്നെ മുറ എന്നൊരു സിനിമ ഇറങ്ങിയില്ല ഈ അടുത്ത്, അതിൻ്റെയൊക്കെ തന്നെ ഒരു റിസംബ്ലൻസ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു യങ്സ്റ്റേഴ്സിനെ ബേസ് ചെയ്ത് ഈ കഥ പോകണം. 4 യങ്സ്റ്റേഴ്സ്, അതിലാണ് ഇവർ മെയിൻ 4 കാസ്റ്റിംഗ് വരുന്നു. പിന്നെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് അവർ പോകണം ഇതിൻ്റെ അതിങ്ങനെ. പിന്നെ പാട്ടുണ്ട്, നല്ല നല്ല പാട്ടുകളുണ്ട്, അടിപൊളി പാട്ടുകളുണ്ട്. ഇതിൻ്റെ അകത്ത് പ്രണയമുണ്ട്, പ്രണയത്തിൻ്റെ റിലേറ്റഡുള്ള പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ സംഘർഷമുണ്ട്. സംഘർഷം എന്ന് പറഞ്ഞാൽ അടിപൊളി ഫൈറ്റാണ്. എന്ന് വെച്ചാൽ RDSൻ്റെ ഒക്കെ മേളിലിരിക്കണം ഇതിൽ ഫൈറ്റ്. ഇതിൻ്റെ നോൺ സ്റ്റോപ്പ് തല്ലാണ്. തല്ലെന്ന് പറഞ്ഞാൽ നല്ല നാടൻ തല്ലുണ്ട്. അവസാനം വെട്ട് കുത്ത് പോലെ സെറ്റപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ എല്ലാം സ്പോയിലറായി പോകും. അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവസാന നിമിഷം സിനിമ കുറച്ച് സീരിയസ് ആയിട്ട് പോകുന്നുണ്ട്. കോമഡിയിൽ നിന്ന് തുടങ്ങി ഒരു അതിൽ പോയി പിന്നെ സീരിയസ് ആയിട്ട് കഥ മൊത്തം പോവാണ്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. പിന്നെ കഥ എന്ന് ഞാൻ പറഞ്ഞല്ലോ, കഥ നമ്മളങ്ങനെ അധികം വലിയ പ്രതീക്ഷിക്കാൻ മാത്രം അത്ര വലിയ കഥയൊന്നുമില്ല, കണ്ടിരിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ഈ കബഡി സീൻസൊക്കെ ചെയ്ത് വെക്കണം, കൊള്ളാം. അവരതിൻ്റെ അകത്ത് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണാൻ കൊള്ളാം. ഷെയ്ൻ നിഗം ആ പുള്ളിക്കാരൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട്. ആ ഒരു എന്താ പറയുക, ചാടിയുള്ള അടി, അതുപോലെ തന്നെ വന്നുള്ള കബഡിയുടെ കാര്യങ്ങളായാലും ആ ചെയ്യുന്ന രീതിയൊക്കെ ആയാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ RDXൻ്റെ കാളും നേരിൽ നിൽക്കട്ടെ. കാര്യം ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഫൈറ്റ് ഒരു രക്ഷയില്ല. പിന്നെ എഡിറ്റിങ് അടിപൊളിയാണ്.
ഫൈറ്റിന് വേണ്ടി ചെയ്തേക്കുന്ന കുറച്ച് എഡിറ്റിങ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ഹോട്ടലിൽ ഒരു തല്ല് കിടക്കുന്നുണ്ട്, അത് കൊള്ളാം. പിന്നെ ഒരു ലോഡ്ജിൻ്റെ അകത്തൊരു ഫൈറ്റ് ഉണ്ട്, നമ്മുടെ മാർക്കോ സെറ്റപ്പ് എന്ന് പറയാനൊന്നും പറ്റില്ല, എന്നാലും അതുപോലെയൊക്കെ തന്നെ നിൽക്കുന്ന ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, കൊള്ളാം. ഫുള്ള് വില്ലന്മാർ അടിച്ചുള്ള സീനൊക്കെ ഉണ്ട്, കൊള്ളാം, നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു നല്ല ഗംഭീര സിനിമ. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സൊക്കെ ഞാൻ പൊട്ടിക്കുന്നില്ല, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് വരെ അതിനുള്ള ചില സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ക്ലോസ് ചെയ്തേക്കണേ. പിന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ക്ലൈമാക്സ്, നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത രീതിയിലാണ് ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയേക്കണേ. അത് നമുക്ക് എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, ടൈലൻറ്റ് കൊള്ളാം. ആ ഒരു വെറൈറ്റി കൊണ്ടുകൊണ്ട് കുഴപ്പമില്ല. ടിപ്പിക്കൽ ക്ലീശ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ വ്യത്യാസം വരുത്തി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാം. കാര്യം ഞാനത് ഒട്ടും എന്താ പറയുക ഹൈപ്പൊന്നും ഇല്ലാണ്ട് പോയി കണ്ടു. ഞാൻ ജസ്റ്റ് ട്രെയിലർ കണ്ടു, ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ പോയി കണ്ടു. കൊള്ളാം. ഞാൻ തിയേറ്ററിൽ നിന്നൊരു 2.5 മണിക്കൂർ എടുത്തുണ്ട് ഈ പടം, അത്യാവശ്യം കണ്ടിരുന്ന് ആസ്വദിച്ചു. മൊത്തത്തിൽ കൊള്ളാം, നല്ല സിനിമയാണ്. അപ്പോൾ ഒരുപാട് നടന്മാരുടെ കംബാക്ക് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അൽഫോൺസ് പുത്രൻ, ശാന്തനു, ഭാഗ്യരാജ് അവരുടെയൊക്കെ ഒരു കംബാക്ക് ശരിക്കും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ കാണാം, അവരെയൊന്നും മിസ് ചെയ്യരുത്, അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ രീതിയിൽ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത് കാണാനുണ്ട്. കൊടുത്ത പണി എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാം, ഈ ഒരു സമയത്ത് പോയി കാണാൻ പറ്റിയൊരു പടം. കാര്യം ഈ സിനിമ ഷെയ്ൻ നിഗത്തിൻ്റെ എനിക്ക് തോന്നുന്നു കരിയറിൽ 25ാമത്തെ സിനിമയാണ്. പടം എന്തോ എനിക്ക് തോന്നുന്നു ഓണത്തിനൊന്ന് റിലീസ് ചെയ്യാൻ നോക്കിയിട്ട് ഇപ്പം മാറ്റി വീണ്ടും റിലീസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഞാനിത് നേരത്തെ തൊട്ടൊരു അതിനോടൊക്കെ ഇവിടെ കേട്ടൊരു അറിവ് ഇപ്പം പറഞ്ഞത്. അപ്പോൾ കൊള്ളാം. എന്തൊക്കെ പറയും, ഇപ്പം നിൽക്കണ ചില പടങ്ങളിലൂടെ തന്നെ ഇതും പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. കാര്യം അവർ ആ രീതിക്കൊക്കെ ചെയ്തു വെച്ചതുകൊണ്ട് നമുക്ക് പോയിരുന്ന് കാണാൻ തോന്നും. ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണാമെന്ന് വെച്ചപ്പോൾ പോയി കണ്ടു. അപ്പം എല്ലാവരും പോയി കണ്ടോളൂ. എനിക്ക് വേറൊന്നും പറയാനില്ല, വലിച്ചു നീട്ടണമല്ലോ ഒരുപാടും കൂടി. ഡയറക്റ്റ് ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോ. താങ്ക് യു.